ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിയമപ്രകാരമുള്ള ഉത്തരവനുസരിക്കാൻ നീ തയ്യാറല്ലെങ്കിലേ, ഇവനിൽ നിന്ന് പിരിയാൻ നീ തയ്യാറല്ലെങ്കിലേ, നിന്റെ കൺമുമ്പില് നിനക്കിഷ്ടപ്പെട്ട വേറെ 2 പേര് പിരിയും. എനിക്കും കിട്ടുവോ ഒരു ചായ? നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ പൗരന്മാർ. നിങ്ങളിനി ഒന്നിച്ച് കഴിയാൻ പാടില്ല എന്ന് CI സാറ് പറഞ്ഞതല്ലേ? പിന്നെ എന്താണാവോ അതനുസരിക്കാൻ ഇത്രയ്ക്ക് ബുദ്ധിമുട്ട്? ഞാനിവിടെ നിൽക്കുന്നതേ നിയമപ്രകാരം തന്നെയാ. ഓ, അതേത് നിയമം? നിത്യ എന്റെ വീട്ടിൽ നിൽക്കുന്നത് പേയിങ് ഗസ്റ്റ് ആയിട്ടാ. അതിനെനിക്ക് കൃത്യമായിട്ട് വാടകയും തരുന്നുണ്ട്. അല്ല, അതിനെ ചോദ്യം ചെയ്യാൻ ഏത് കോടതിക്ക് അധികാരമുള്ളത്? എങ്ങനെ ചിരിക്കാതിരിക്കും നിത്യ? വലിയ വലിയ മഹാന്മാരും മണ്ടത്തരം കാണിക്കുമ്പോ അറിയാതെ ആരാണെങ്കിലും പൊട്ടിച്ചിരിച്ചു പോവും. 2 പേരും വന്ന് കയറിയ നിമിഷം മുതല് ആരോടൊക്കെയോ നിയമോപദേശം തേടിയെന്ന് തോന്നുന്നു. കഷ്ടം. പക്ഷേ ഇഷ്ടമല്ല എനിക്കിത്തരം നിയമോപദേശങ്ങളൊക്കെ. CI സാറ് നിങ്ങൾ 2 പേരോട് ഒരുമിച്ചുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാൻ പാടില്ല. നീ വാ. കൈ വിടടാ. നിത്യയുടെ ദേഹത്ത് കൈവച്ച കൊല്ലും ഞാൻ. നീ ശബ്ദം ഉയർത്തണോടാ. നീ എന്റെ ദേഹത്ത് കൈവയ്ക്കണം, കൊല്ലാൻ ശ്രമിക്കണം. അങ്ങനെ വന്നാലേ ഈ കേസ് കോടതിയിൽ മെനയായിട്ടെത്തൂ. ഈ കേസ് കോടതിയിൽ എത്തിയാൽ മാത്രമേ നീയോ ഇവളോ ഒന്നിച്ച് ജീവിക്കുന്നത് ഭാര്യ-ഭർത്തൃ ബന്ധമല്ല, അവിഹിത ബന്ധമാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് ഈ നാട്ടിലെ സകല മീഡിയാസിനെയും കൊണ്ട് ഞാൻ എഴുതിക്കും, ഒരേ സമയം കൊണ്ട് ഒരുപാട് പുരുഷന്മാരുടെ കൂടെ ജീവിക്കുന്ന ഒരുത്തിയാണ് നീയെന്ന്. മസില, നീ അടിക്കടാ. നിന്നെ കൊണ്ടാവുന്ന പോലെ തല്ലി തീർക്കടാ. അതാ എനിക്കിഷ്ടം. ജീവനെ തല്ലാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കടാ. നിത്യ, നിത്യ, നിയമപ്രകാരമുള്ള ഉത്തരവനുസരിക്കാൻ നീ തയ്യാറല്ലെങ്കിലേ, ഇവനിൽ നിന്ന് പിരിയാൻ നീ തയ്യാറല്ലെങ്കിലേ, നിന്റെ കൺമുമ്പില് നിനക്കിഷ്ടപ്പെട്ട വേറെ 2 പേര് പിരിയും. നിന്നെ ഇനി അമ്മ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരില് അമ്മ ഇനി അച്ഛന്റെ ജീവിതത്തിൽ വേണ്ടാന്ന് പറഞ്ഞ
അച്ഛനതനുസരിക്കും. നിന്റെ അമ്മ, നിന്റെ ദൈവം. മോളെ, സുജാതയുടെ കഴുത്തിന്ന് ഞാൻ ആ താലി അഴിച്ച് മാറ്റിക്കും. അത് കാണണോ? കാണണോടി നിനക്ക്? ഇനിയിപ്പോ നീ നിയമം അനുസരിക്കും, ഇവനും അനുസരിക്കും. തല്ലാനിറങ്ങിയാലേ എന്നെ കൊല്ലാനുള്ള ശേഷി വേണം നിനക്ക്. ഇല്ലെങ്കിലേ ഇവളുടെ മാനത്തിന് വേണ്ടി നീ കോടതി മുറിയിലിരുന്ന് കരയും. കരയിപ്പിക്കും മോനെ ഞാൻ നിന്നെ. വാടി. കൈയെടുക്കടാ. ഇല്ലെങ്കിൽ കൈയെടുക്കാൻ. വേണ്ട ഹരി, അമ്മയുടെ ജീവിതത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. അത് കയ്യറ. എന്താ മോളെ? അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം എനിക്കറിയാം. പക്ഷേ നിയമപ്രകാരം ഭാര്യയായ ഇവള് മറ്റൊരു പുരുഷന്റെ കൂടെ താമസിക്കുന്നതിന് നിയമം വിലക്കിയിട്ടുണ്ട്. അതിവള് പാലിച്ചേ പറ്റൂ. നിങ്ങളുടെ മുന്നിലും വഴികൾ ഒരുപാടുണ്ട്. ഇവളെ ഞാൻ ദ്രോഹിച്ചെന്ന് പറഞ്ഞ് നാളെ ഒരു കേസ് കൊടുക്കാം. പക്ഷെ ആ കേസ് കോടതിയിൽ എത്തണം. അപ്പോഴാണ് നിയമപ്രകാരം ഒരുത്തന്റെ ഭാര്യയായ ഇവള് മറ്റൊരുത്തന്റെ കൂടെ താമസിക്കുന്ന നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോഴാണ് ഒന്നിച്ച് താമസിപ്പിക്കാൻ അനുവദിച്ചതിന്റെ പേരില് അമ്മയും കോടതി ചെന്ന് നിൽക്കേണ്ടി വരിക. നിർത്തടാ. ദ്രോഹിച്ച് മതിയായില്ലേ നിനക്ക്? നിന്റെ ഭാര്യ, ആ പറയുന്ന വാക്കിന്റെ അർത്ഥവും മാന്യതയും നിനക്കറിയുമായിരുന്നെങ്കിൽ അവൾ ഇന്നും ഭാര്യയായി നിന്റെ കൂടെ ജീവിക്കുമായിരുന്നു. നീ എങ്ങനെയാടാ ഭർത്താവുന്നത്? കൂടെ ജീവിക്കുന്നവളുടെ മനസ്സ് പോലും അറിയാതെ, അവളുടെ സ്വപ്നങ്ങൾ അറിയാതെ, അവളെ സംശയിക്കാനും കൊല്ലാനും മാത്രം നടന്നിരുന്ന നിനക്ക് ഭർത്താവിന്റെ പദവി എങ്ങനെയാടാ ചേരുന്നത്? മധുര നൊമ്പരക്കാറ്റ്